എന്താണ് അൽക്കഫ്? അൽക്കഫ് എന്ന് പറഞ്ഞാൽ പേടി കിട്ടിയവർ അഭയം തേടുന്ന സ്ഥലമാണ്. അതാണ് അൽക്കഫ്. പേടിയുള്ളവർ അഭയം തേടുന്ന സ്ഥലമാണ് എന്ത്? അൽക്കഫ്. അൽക്കഫിൽ ചെറിയതുണ്ടാവും, വലിയതുണ്ടാവും, പെരും വലിയതുണ്ടാവും. പേടി കിട്ടിയവർക്ക് ആരാ പേടി കിട്ടിയവര്? അള്ളാഹുവിൽ നിന്നാകുന്നവരൊക്കെ പേടിയുള്ളവരാ. അള്ളാഹുവിലേക്ക് എത്തിയവർക്ക് ഒരു പേടിയും ഇല്ലേനും. അപ്പോൾ അൽക്കഫ് എന്നതിന് ഒരു സിംബോളിക്കായ വാക്കാണ്. തിരിഞ്ഞില്ല, ഇറങ്ങിപ്പോരാണ്. ഞാൻ വേറെ ലോകത്തപ്പോൾ ഇന്ന് വരെ പറയാത്ത വേറെ വ്യാഖ്യാനം നിങ്ങളിൻ്റെ കൂടെ അല്ല. മനസ്സിലായ നിങ്ങൾക്ക്? അൽക്കഫ് എന്ന് പറഞ്ഞാൽ ഒരു സിംബോളിക് പദമായിരിക്കും. യഥാർത്ഥ ഒരു കഫില്ലേ? ഉണ്ട്. പക്ഷെ ഖുർആൻ എന്ന നിലയിൽ ലോകാവസാനം വരെ പഠിക്കുന്നവരുടെ പാഠം ഏതോ ഒരാള് ഗോയ കയറിയതല്ല. അവർക്ക് അൽക്കഫ് എന്നാൽ അവർക്ക് പേടിയിൽ അഭയം തേടാവുന്ന സ്ഥലമാണ്. നിങ്ങളിൻ്റെ കൂടെ അല്ല. ആ കഫിൽ ജിന്ന് പോയി കുത്തിരുന്ന എനിക്കത് കഫുമല്ല. അവരഭയം തേടിയ ഒരു കഫ് ഉണ്ടല്ലോ, ആ കഫൊക്കെ പിന്നെ പട്ടണങ്ങളാ. അതിന്ന് എന്തല്ല, കാടുമല്ല. അപ്പം ലോകാവസാനം ഖിയാമത്ത് അടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അൽക്കഫ് ഊരിക്കൊള്ളി. അൽക്കഫിൽ പാടുള്ളത്. ദജ്ജാൽ വന്നാലും അൽക്കഫ് ഒന്ന് മനുഷ്യപ്പെടും. എന്താ അൽക്കഫ്? ഓതുന്നവൻ പഠിക്കും, ഓന് അന്തം കിട്ടും, ഓൻ്റെ ഉസ്താദ് ഓന് പറഞ്ഞു കൊടുക്കും. സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അക്കാലത്ത് അല്ലാഹു തആല ഉലമാക്കൾക്ക് ബോധം കൊടുക്കും. അല്ലാതെ ദജ്ജാൽ തല്ലാൻ വരുന്ന നേരത്തെ അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിൽ കിതാബ് എന്ന് ചോദ്യമുണ്ട് ദജ്ജാൽ പോകുന്നതിന് മാന വെച്ചോളണമെന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു തരും. ഞാൻ അങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ട്, ഓരോ തല്ലുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓരോ പരിഗണിക്കുകയാണ്. ഇതൊരു സിംബോളിക് പദമാകാനാണ് സാധ്യത ഇപ്പോൾ. അതേസമയത്ത് അൽക്കഫ് എന്നായിട്ട് ഉണ്ട്. ആ അൽക്കഫ് ഇന്ന് പട്ടണമാണ്. മനസ്സിലായില്ല? എൻ്റെ കൂടെ വരണം. മനസ്സിലായില്ല? ഈ അൽക്കഫ് എവിടെയാണ്? ചിലപ്പോൾ ചില അഭിപ്രായ പ്രകാരം ജോർദാനിലാണ്, ചില അഭിപ്രായം തുർക്കിയുടെയും പിന്നെ സിറിയയുടെയൊക്കെ ആ ഏരിയയാണ്. അൽക്കഫ് എവിടെയാണെന്ന കാര്യത്തിലും ആ പറയപ്പെട്ട അൽക്കഫിൽ തർക്കമുണ്ട്. ജോർദാനിലാണ് എങ്കിൽ ആ ജോർദാനിൽ ഒരുപാട് വട്ടം ഞാൻ അവിടെ പോയിട്ടുണ്ട്. എന്നാൽ അതേപോലത്തെ അഭിപ്രായം ഈ അൽക്കഫ് എന്ന് ഇമാറത്ത് ചെയ്ത് ശ്രദ്ധിക്കപ്പെടുന്ന അൽക്കഫ് തുർക്കി സിറിയയുടെ ബോർഡറിലും ഉണ്ട്. അവിടെ പണ്ട് 7 ആള് അഭയം തേടിയിട്ടുമുണ്ട്. ഇങ്ങോട്ട് നോക്ക്. അവരുടെ ചരിത്രം ഇതിൽ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ അവരുടെ ചരിത്രം നിനക്ക് പാടാണെങ്കിൽ നീ ഇത് ഒന്നുകൂടി വിശാലമായി ചിന്തിക്കണം. അൽക്കഫ് എന്നാൽ മാളാണ്, അഭയം തേടുന്ന ഒരു മാളം. ആ മാളത്തെ കണ്ടെത്തുകയും ആ മാളത്തിൽ അഭയം തേടുകയും ചെയ്യണം ലോകാവസാനത്തെ മുസ്ലിമീങ്ങൾ. ഏതാണ് അൽക്കഫ്? മുകളിൽ കാണുന്ന അൽക്കഫ് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അൽക്കഫ് മുഹമ്മദ് മുസ്തഫയാണ്. മനസ്സിലായില്ല? അൽക്കഫ് അതിന് നബിയാണ്. ഈ അൽക്കഫ് നബിയാണ്. ഏത് ഹെഡിങ്ങിൽ കാണുന്ന അൽക്കഫ് നബിയാണ്. അവരും അഭയം തേടിയ മാളം പറയുന്നുണ്ട്. അവരുടെയും വിശാലമാർത്ഥത്തിൽ നബിയെ കണ്ടെത്താൻ കഴിയും. ഇവിടെ അൽക്കഫ് നബിയാ. നബിക്ക് കഫിന് പേരുണ്ട്. اللهم صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم اسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كوف الورى عند ورى ما سوى الله. എല്ലാ സൃഷ്ടികൾക്കും കഫാണ് മുഹമ്മദ്. അപ്പൊ അതിൽ കഫ് മുഹമ്മദ് നബിയാണ്. അപ്പൊ ലോകാവസാനത്തിൽ നബിയിൽ ഒളിച്ചോളി, സുന്നിയെക്കൂടി. അതതിൻ്റെ അർത്ഥം. വാബ്യാ നടക്കണ്ട. അതതിൻ്റെ അർത്ഥം. നബി കഫിൽ പറയണം. നമ്മൾ
നമ്മളെല്ലാവരും കൂടി അമ്മാളത്ത് പോയി ഇപ്പം എന്താ കാര്യം? ലോകത്തുള്ള ഒരു 800 ചില്ലാനും ജനങ്ങളും അഭയം തേടിയാലും അഭയം കൊടുക്കാൻ പറ്റൊരു മാളമുണ്ട്. അതാണ് ആര്? അത് ആൾക്ക് കഹ്ഫ് സബ്ആനല്ല, 7 ആളെ കഹ്ഫല്ല, അത് കഹ്ഫുൽ വറ. സർവ സൃഷ്ടികൾക്കും കഹ്ഫാണ് ആര്? അതാണ് ആ ഗുഹ. അതിൽ ഒളിച്ചു. ആ ആളെ പേര് പറഞ്ഞാണ്ട് സൂറത്ത് തുടങ്ങണോ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ എൻ്റെ ആബദിന് കിതാബ് ഇറക്കി കൊടുത്ത ആളാണ്. അവൾക്ക് സർവസ്വി. ഓ, അപ്പൊ ആദ്യത്തെ ആയത്തിനും ആരെന്നെയാണ്? നബിയാണ്. ഹെഡിങ് നബി. സത്യം പറഞ്ഞ നിങ്ങൾക്ക് മുതലായി. നിങ്ങൾ ചീരിന് തരേണ്ട വയറ. ഞാനാണെങ്കിൽ ആകെ ചീരിന് എടുക്കും. ചിന്തിക്കണം. നിങ്ങൾ പഠിച്ചോളി. ഇപ്പം നബിയിൽ അഭയം തേടിക്കോളി. ഈ ലോകത്തെ എല്ലാവർക്കുമുള്ള കഹ്ഫാണ് ആര്? മുഹമ്മദ് മുസ്തഫ. നബിയിൽ ഒളിച്ചോളി. ആ നബിയിൽ ഒളിച്ചാൽ ദജ്ജാൽ നിങ്ങൾക്കൊന്നുമല്ല. കാരണം യഥാർത്ഥത്തിൽ ദജ്ജാൽ ആരുടെ ശത്രുവാണ്? നബിയുടെ ശത്രുവാണ്. അത്രയേ ഉള്ളൂ. നിങ്ങൾ ദജ്ജാൽ, നിങ്ങൾ ദജ്ജാലിനോട് ഏറ്റുമുട്ടാൻ പോകാൻ അതിൽ നിങ്ങൾക്കാണ് അഭിമാനം, ദജ്ജാലിനല്ല. മനസ്സിലായില്ല? ഇപ്പം മൈക്ക് ടൈസനോട് നിങ്ങൾ റിങ്ങിലേക്ക് തല്ലിവിടാൻ വേണ്ടി കയറി ചെന്നാൽ അവിടെ മനസ്സിലായില്ല, വലിയ റിങ്ങിലെ എന്താ പറയുക ബോക്സിംഗ് ചാമ്പ്യനാണ് മൈക്ക് ടൈസൺ. അപ്പം മൈക്ക് ടൈസനോട് റിങ്ങിൽ ഇടിക്കാൻ വേണ്ടി നിങ്ങൾ ചെന്നാൽ മാനാഭിമാനം ആർക്കാണ്? നിങ്ങൾക്കല്ലേ, ടൈസൺ അല്ലല്ലോ. മനസ്സിലുണ്ട്. നിങ്ങളെപ്പറ്റി പിന്നെ ഒരു സ്ഥലത്ത് പരിചയപ്പെടുത്തുകയാണെങ്കിൽ മൂപ്പര് മൈക്ക് ടൈസനോട് വരെ ഇതെല്ലാം പോയ ആളാണ്. അതേസമയത്ത് മൈക്ക് ടൈസനെ പറ്റി നിങ്ങൾ തല്ലിയത് പറയാൻ എന്നരാണെങ്കിൽ ഈ കുറ്റി പോലത്തെ ഒരു ചങ്ങായിനോട് ഒരു തല്ലിവിടാൻ പോയി മരത്തര വലിപ്പുണ്ടല്ലോ എന്ന് പറയാം. മോശത്തരാണ്. നിങ്ങളോട് തല്ലണ ദജ്ജാലിന് മാനക്കടയങ്ങായി. ദജ്ജാലിന് ഏരിയ ഒറ്റ ഏരിയുള്ളൂ. അതാരാ? മഹനബിയാണ്. പിന്നെ നിങ്ങളെ ശത്രു ആയത് എന്തുകൊണ്ട്? നിങ്ങൾ നബിയുടെ ആളാവുമ്പോൾ നിങ്ങൾ ശത്രുവായി. അപ്പം നിങ്ങൾ വേഗം എന്താ വേണ്ട? നബിയിലാണ് വിളിക്കുക. പിന്നെ നബിയെ പ്രത്യക്ഷമുള്ളൂ, നിങ്ങളല്ല. അപ്പം നിങ്ങൾ പേടിക്കും വേണ്ട. നിങ്ങൾ ഗുഹയിൽ അഭയം തേടിയില്ലേ? എന്തൊരു പേടി? അതാണ് മുഹമ്മദ്. അൽ കഹ്ഫന്ന മുഹമ്മദ് നബിയാണ്. ഒന്നാമത്തെ ആയത്തിന് മുഹമ്മദ് നബിയാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഒരാൾക്ക് ലോകാവസാനം വരെ ഇതൊക്കെ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്തണമെങ്കിൽ അതിനൊരു കിതാബ് വേണം. അതിനകത്ത് ഇറക്കിയത് ഇത് സൂറത്തുൽ ഔലിയ ആണ്. ഏത്? അൽ കഹ്ഫ്. ഔലിയാക്കന്മാരെ സൂറത്ത് അൽ കഹ്ഫ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ഓതാൻ പറഞ്ഞത്. ഔലിയാക്കന്മാരുടെ ദിവസമാണ് ഇന്ന് വെള്ളിയാഴ്ച. ഔലിയാക്കളല്ലാത്തൊരു ചർച്ച ഇതിലില്ല. ഇതിന് നിസ്കാര കണക്കൊന്നും കണക്കൊന്നുമില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഔലിയാക്കന്മാരെ അറിയാം. എന്തില്ല ഔലിയാക്കന്മാരുടെ ദിവസമാണ് എന്ന്. അസലും ഔലിയാക്കന്മാർ മുഅ്മിനീങ്ങളല്ലേ? ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കെന്ന് പെരുന്നാളല്ലേ? തിരിഞ്ഞില്ല. ഔലിയാക്കന്മാരിലെ ലോ കാറ്റഗറിയാണ് എന്ത്? ബേസിക്. ഇങ്ങോട്ട് കയറിയിരുന്ന കുട്ടികളെ ബാക്കിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങോട്ട് കയറിയിരുന്ന ആള് ഇവിടെയൊക്കെ എത്ര സ്ഥലമുണ്ട്? ഇങ്ങോട്ട് വരിക 2 ആൾ ഇങ്ങോട്ട് വരി. ഇങ്ങോട്ട് വരിക. ഇവിടെയൊക്കെ സ്ഥലമുണ്ട് ഷമീറേ. ഔലിയാക്കന്മാരുടെ സൂറത്ത്. അത് ഔലിയാക്കന്മാരുടെ ദിവസമാണല്ലോ വെള്ളിയാഴ്ച. ബേസ് അന്ന് വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. ബേസിക് വിലായത്ത് എന്ന് പറഞ്ഞാൽ ഈമാനാണ്. മനസ്സിലായില്ല? ഒരാളും വലിയാകലിന്റെ ബേസ്മെന്റ് എന്താണ്? ഓൻ ആരായി കിട്ടലാണ്? മുഅ്മിനായി കിട്ടലാണ്. അന്ന് മുഅ്മിനീങ്ങൾക്ക് പെരുന്നാളാണ്. എന്ന് വെള്ളിയാഴ്ച. ഇത് വെള്ളിയാഴ്ച ഓതേണ്ട സൂറത്താണ്. ഇത് നിറച്ച ഔലിയാക്കന്മാരെ കഥയല്ല, അതൊന്നും തരില്ല. എന്നാൽ ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാ, തിയറി അല്ല. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം എന്ന ആയത്ത് ഇതിലില്ല.
തിരിഞ്ഞിട്ടില്ല. അലാ ഇന്ന, അത് തിയററ്റിക്കൽ ഔലിയാക്കളാ, ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാ. ഒരു കാര്യത്തിന് തിയറി ഉണ്ടായ പോലെ എന്ത് വേണം? പ്രാക്ടിക്കലാണ്. ഇത് പ്രാക്ടിക്കൽ ഔലിയാക്കളാ. ഈ സൂറത്താകെ തപ്പിയാൽ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നൊരായത്ത് ഇല്ല. അത് വേറെ സൂത്ര, തിയറിയാ. ഔലിയാക്കന്മാർക്ക് ഒരു പേടിയില്ല, തിയറിയാ. ഇതിന്റെ പ്രാക്ടിക്കലാണ്. ഇതിലങ്ങനത്തെ ഒരു ആയത്തും ഇല്ല. എന്ത് എന്നാ ഇത് നിറച്ച് എന്താ ഉള്ളത്? ഔലിയാക്കള് നിറച്ച്. ഔലിയാക്കളല്ലാത്ത ഒന്നും ഈ സൂറത്തില്ല. ഇത് ഔലിയാക്കളെ ഖസസ, ഇബറത്ത. അതിലാദ്യത്തെ വലിയ മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ ഔലിയാ, സയ്യിദുൽ ഔലിയാ. എല്ലാ കഹഫിന്റെയും മേലുള്ള കഹഫ മുഹമ്മദ്, എല്ലാ ഗുഹയുടെയും മേലുള്ള ഗുഹ മുഹമ്മദ് മുസ്തഫ. അവർ കയറിയ ഗുഹയിൽ 7 ആളെ കൊള്ളുള്ളൂ. 4 വരെ പുറത്ത് കടന്നു. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ഈ നബിയാകുന്ന കഹഫുൽ വറ ആരെ കൊള്ളും? പ്രപഞ്ചം അഖിലാണ്ട ഘടാഹങ്ങളിലെ സകല സൃഷ്ടികളെയും നബിയാകുന്ന കഹഫിൽ കൊള്ളും. അവിടേക്ക് പോയിട്ടേ കാര്യമുള്ളൂ. അതാണ് വലിയ കഹഫ്. അമ്പിയാക്കളൊക്കെ കഹഫല്ലേ, കഹഫാണ്. പക്ഷെ അവർക്ക് ദിവസം കഴിഞ്ഞാൽ വേറെ ദിവസത്തെ അവർക്ക് കഹഫാൻ കഴിയില്ല. കാരണം ഒരൊറ്റ സ്വാതന്ത്ര്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ അടിമ. എന്തുകൊണ്ട്? ഒറ്റ അടിമയുള്ളൂ, ബാക്കിയൊക്കെ സ്വതന്ത്രം. നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഒറ്റ അടിമയുള്ളൂ, ബാക്കിയൊക്കെ സ്വതന്ത്രം. ദുനിയാവിൽ ഒറ്റ അടിമയാണ്, ഒറ്റ അടിമ, ബാക്കിയൊക്കെ സ്വതന്ത്രം. സ്വന്തം നഫ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ ഞാൻ സ്വതന്ത്രം എന്ന് വായിച്ചത്. സ്വന്തം നഫ്സിനൊന്നും ചെയ്തിട്ടില്ല. അതാണ് യഥാർത്ഥ അടിമ. അങ്ങനത്തെ അടിമ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് മഹ്ശറിൽ ചെന്ന അട്ടിമറിയും. എല്ലാവരും അടിമയാവും, ഒരാളുടമയാവും. നിങ്ങളെൻ്റെ കൂടെ അല്ല. അപ്പൊ യഥാർത്ഥത്തിലുള്ള കൗഫാകാൻ ആർക്കേ കഴിയുള്ളൂ? റസൂലുള്ളാഹിയുള്ളൂ. കാരണം റസൂലുള്ള സ്വന്തത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ തെളിവും പറയാം. തെളിവ് എന്താണ്? അമ്പിയാക്കൾ ദുനിയാവിൽ നഫ്സിന്റെ അടിമയാവുന്ന സന്ദർഭം അവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഉണ്ട്. ഒരു മൈന്യൂട്ട് പോയിന്റെങ്കിലും. ഒരു വലിയവരല്ലേ? വലിയൊരാണ്. അതുകൊണ്ട് മഹ്ശറിൽ നമ്മൾ അവരെ കാണുന്ന നേരത്തെ അവർ നഫ്സി എന്നറിയും. കാരണം എൻ്റെ നഫ്സിന്റെ ഒരു പ്രശ്നത്തിൽ ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്നല്ലേ എൻ്റെ അർത്ഥം. നബിനെ കാണുമ്പോൾ ഉമ്മത്തി നേരുള്ളൂ. എന്തുകൊണ്ട്? ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ ഞാൻ കണ്ട്? നിങ്ങളെൻ്റെ കൂടെ അല്ല. എല്ലാ അമ്പിയാക്കളും മഹ്ശറിൽ എന്താ പറയാ? നഫ്സി. കാരണം എന്തുകൊണ്ട്? എവിടെയോ അവർ സ്വന്തം നഫ്സിന് ഒരു മൈന്യൂട്ട് പോയിന്റ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. തെറ്റുകുറ്റൊന്നും നല്ലത്. ഒരു മൈന്യൂട്ട് ഹലാല് തന്നെ. പക്ഷെ സ്വന്തം നഫ്സിന് വേണ്ടി എന്തോ ഒരു മൈന്യൂട്ട് പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ ജീവൻ പോയിക്കോട്ടെ എന്ന് ദ്വായിരുന്നു സയ്യിദുനാ നൂഹ്. അപ്പോൾ അടിച്ചിട്ട് ബാക്ക് ഉണ്ടാക്കി, തട്ടിയിട്ട് ബാക്ക് ആക്കി. ഉൽ അസ്മിൽ ആദ്യം വന്നാൽ നൂഹ് നബിയാ. പക്ഷെ കാറ്റഗറി ലാസ്റ്റാ. എന്തേ? ഒരു അസഹനീയത പറഞ്ഞുപോയി. ഇനി ഒരൊറ്റ നമ്മുടെ വാക്യാക്കണ്ടെന്ന് പറഞ്ഞുപോയി, ദ്വാർന്നുപോയി. ആര്? നൂഹ് നബി. അതുകൊണ്ട് കാറ്റഗറിയിൽ ഉൽ അസ്മ 5 ആളാ. സ്ഥാനം വായിക്കാം. മുഹമ്മദ് മുസ്തഫ, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ്. അതേസമയത്ത് വന്നത് നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ്. വന്നത് ലാസ്റ്റ് നബിയ. പക്ഷെ സ്ഥാനത്തിൽ വലിയ നബിയ. വന്നത് ആദ്യം നൂഹ് നബിയ, സ്ഥാനത്തിൽ ലാസ്റ്റ്. ഒരു ചെറിയ കോപം കയറിപ്പോയി, ഒരസഹനീയത. അത് സ്വാഭാവികമാണ്. അത് കുറ്റല്ല. 950 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് 9 ആള്, ഏറി വന്നാൽ 80 ആള്. അത് ലൈഫ് അഭിപ്രായം. 9 ആൾ എന്നാ പ്രധാന അഭിപ്രായം. ആകെ
950 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് 9 ആളിൻ്റെ അപ്പുറം കിട്ടിയില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അസൈൻ വരുമല്ലേ? അത് കുറ്റല്ലല്ലോ, അസമയങ്ങളല്ലേ? പിന്നെ അതിനെ ഖേദിക്കും. ഈ ഖേദം ആർക്കില്ല? സുഖാക്കില്ല ഇല്ലെന്നെ. അവൻ നെഫ്സിന്റെ പോയിന്റിൽ എവിടെയെങ്കിലും ഒരു മൈന്യൂട്ട് പോയിന്റ് അവർക്കൊക്കെ ഉണ്ടാവും. അതില്ലാത്തൊരൊറ്റ ആളാണ്. അല്ലാഹു റസൂൽ ദുനിയാവിൽ പൂർണ്ണ അടിമയും അതുകൊണ്ട് ആഖിറത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അപ്പൊ സ്വന്തം ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് എന്ത്, അവനാൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ ആരാൻ്റെ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പുറത്തെ പേരിൽ തീ പിടിക്കുകയാണ്. അതിനു വേണ്ടി ഉമ്മ ഇറങ്ങുമ്പോഴാണ് കുട്ടീനെ മുന്നേക്ക് പേ പിടിച്ച നായി വരികയാണ്, അല്ലെങ്കിൽ പാമ്പിടിക്കാൻ മൂർക്കം പാമ്പ് പാഞ്ഞു വരുമ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് മുറ്റത്ത് കളിക്കണ കുട്ടികളുടെ അടുത്തേക്ക് പേ പിടിക്കണ പാമ്പ് അല്ല പേ പിടിച്ച നായോ അല്ലെങ്കിൽ മൂർക്കം പാമ്പ് വരുന്ന സമയത്ത് അപ്പുറത്തെ പേരിലുള്ള പിന്നെ തീ കെടുക്ക അമ്മ പായോ? ഒന്ന് പറയും ചങ്ങായിമാരെ. കാരണം അവനാൻ്റെ കാര്യമല്ലേ വലിയ കാര്യം. നമ്മളെ പേരിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്താണ്, അടുത്ത പേരിൽ ഒരു പശു തന്നെ ഒന്ന് കൂടുതൽ അമർന്ന് കേട്ടാൽ പോകും. എന്താ കുട്ടികളെ പശു വല്ലാതെ വെച്ചാൽ നിങ്ങൾ അതിന് വെള്ളം കൊടുക്കാൻ മറന്നുപോയോ? അമ്മ ചെല്ലും ഒന്ന് ആ വെയിലിൻ്റെ പറ്റി ചെന്ന് എൻ്റെ ആ പശു വല്ലാതെ അമർന്നുണ്ടല്ലോ, വല്ല വെള്ളം കൊടുത്ത് കുട്ടികളുടെ ശേഷം വെള്ളം കൊടുക്കി. ഉമ്മാക്കത് പറയാൻ ഉമ്മാൻ്റെ പേരിൽ എന്തില്ല, ഒരു പ്രശ്നമല്ല. ഉമ്മത്തി എന്ന് നബിക്ക് പറയാൻ കഴിഞ്ഞുകൊണ്ട് എന്താ സ്വന്തം പേരിൽ പ്രശ്നമില്ല. എല്ലാ അമ്പ്യാക്കളത്തിലും സ്വന്തം പേരിൽ പ്രശ്നമുണ്ട്. ഓലെന്ത് പറയും? എൻ്റെ കരുതാണ് പോയിക്കോളെ, അങ്ങോട്ട് പോയിക്കോളെ. ദുനിയാവിൽ യഥാർത്ഥ അടിമ മുഹമ്മദ് നബിയാണ്. അപ്പോൾ ആഖിറത്തിൽ യഥാർത്ഥ സൗന്ദര്യനും മുഹമ്മദ് നബിയാണ്. അപ്പോൾ കഹ്ഫുൽ വറയാകാൻ ഒരാളെ ഉള്ളൂ. അതാരാ? അപ്പൊ അൽ കഹ്ഫ് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി അൽ കഹ്ഫ്. എന്താണത്? അത്രയേ ഉള്ളൂ. വേറെ കഴിഞ്ഞു. തന്നെ അൽ കഹ്ഫ് ഒരാളാണ്, മുഹമ്മദ് മുസ്തഫ. ഇനി ഇതിൽ കൊച്ചു 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 കഹ്ഫുകളെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണത് പറഞ്ഞത്? നിങ്ങൾ കഹ്ഫിൽ അഭയം തേടിക്കൂടെ? മനസ്സിലായില്ല. കഹ്ഫ് ഏത് കാലത്തുണ്ടാവും. കഹ്ഫ് എന്നാൽ ഗുഹ. ഏത് വലിയും ഒരു കഹ്ഫായിരിക്കും. അത് ചെറിയ കഹ്ഫ് അനക്ക് കയറി കുത്തിറക്കാൻ മതിയാവും. അപ്പൊ എന്താണ് അവസാന കാലഘട്ടത്തെ സന്ദേശം പറയും? നമ്മൾ എന്ത് ചെയ്യരുത്? ഒറ്റക്ക് നടക്കരുത്. എന്ത് ചെയ്യണം? ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ കൂടണം.